ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് സീൻ ഷോട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ നെയിമൊക്കെ മാറി, നമ്മൾ ടേസ്റ്റി കിച്ചൺ മാറ്റി അവിടെ സീൻ ഷോട്ട്സൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നാണ് പേരൊക്കെ മാറ്റി ഞങ്ങളൊന്ന് എഡിറ്റ് ചെയ്തിട്ടത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴതോരും മുമ്പേ സീരിയലിൻ്റെ ആ ഒരു പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസ് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിവിടെ വെച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ മുന്നിൽ വൈജയന്തിയുടെ കഥകളൊക്കെ പറയണം. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി ഫസ്റ്റ് ഓഫ് ഓൾ അതിനെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, അതായത് ഈ വൈജയന്തി എന്ന് പറയുന്ന താൻ ഒരു കാലത്ത് തന്നേക്കാൾ ഏറെ പ്രണയിച്ചിരുന്ന ആ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ വൈജയന്തി എന്നൊക്കെ പറഞ്ഞ് സ്റ്റാൻലിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഇതുവരെ അവളുടെ വീട്ടിൽ നിന്നോ മറ്റു ബന്ധുക്കളോ ആങ്ങളമാരോ ആരും വന്നിട്ടില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കഥകളുമായിട്ട് ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്തിങ്ങനെ സ്റ്റാൻലി ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ സ്റ്റാൻലിയുടെ വായിൽ നിന്നും പലതും കേൾക്കാനായിട്ട് പലതും ഇങ്ങനെ നമ്മൾ തുറുപ്പ് ഇട്ട് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു കേൾക്കാറില്ല. അതുപോലെ ഇങ്ങനെ ഓരോ എവിഡൻസ് പോലെ ഇങ്ങനെ ഓരോ കരടുകൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി അത് വെച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ കൈതയ്ക്കൽ മറ്റേ കുഞ്ഞിരാമൻ നായരും ഗംഗാധരനും ഒക്കെ എന്നോട് ചെയ്ത ക്രൂരതകൾ ഞാൻ ഇന്നും മറന്നിട്ടില്ല എന്ന രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്. കാരണം അവർ ഒരു വീടെടുത്ത് താമസിച്ചു എന്നും പ്രണയിച്ച് നടന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആ വീട്ടിൽ കഴിഞ്ഞു എന്നും അങ്ങനെ ആ കുറേ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് വൈജയന്തി ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഡ്ഢി കല്യാണം കഴിച്ച് താമസിക്കുകയായിരിക്കും എന്ന രീതിയിൽ പറയുന്നുണ്ട്. കാരണം ഒരിക്കലും അവളെ സ്വന്തമാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം ഒരു സമയത്ത് എൻ്റെ അമ്മ മരിച്ച് ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും പിന്നെ വൈജയന്തിയെക്കുറിച്ചുള്ള ഒരു വിവരം ഞാൻ ഒരുപാട് അന്വേഷിച്ചായിരുന്നു, പക്ഷേ എനിക്ക് അവളെക്കുറിച്ചുള്ള ഒരു വിവരം എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ കഥകളൊക്കെ ചങ്ക് പൊട്ടിക്കൊണ്ടാണെങ്കിലും ബാലചന്ദ്രൻ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്, ഒരു പച്ച മനുഷ്യനെ പോലെ കേട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇയാളുടെ ഈ കഥകൾ പറഞ്ഞ് ഇങ്ങനെ കേട്ട് നിന്ന ശേഷം ബാലചന്ദ്രൻ പറഞ്ഞു, മിസ്റ്റർ സ്റ്റാൻലി, നിങ്ങൾ പറഞ്ഞില്ലേ ഏതോ ഒരു വിഡ്ഢി വൈജയന്തിയെ കല്യാണം കഴിച്ച് ഇപ്പോൾ താമസിക്കുന്നുണ്ടാവുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ആ വിഡ്ഢിയാണോ ഞാൻ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കേൾക്കണതും സ്റ്റാൻലി ഭയങ്കരമായിട്ട് അങ്ങനെ ഷോക്കാവുകയാണ്. അതേടോ, താനും വൈജയന്തിയും അവളുടെ വീട്ടുകാരും ആങ്ങളമാരും എല്ലാം കൂടെ ചതിച്ച ഒരു വെറും വിഡ്ഢി തന്നെയാണോ ഈ ബാലചന്ദ്രൻ? 10-23 വർഷം ഇതൊന്നും അറിയാണ്ട് ഈ ഒരു വിഡ്ഢി വേഷം കെട്ടിയ ആളാണോ ഈ ബാലചന്ദ്രൻ എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ്റെ മനസ്സിൽ കിടന്ന ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ എടുത്ത് തന്നെ ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാൻലി അങ്ങോട്ട് പെട്ടെന്ന് ഷോക്കായി പോവുകയാണ്. കാരണം വൈജയന്തിയുടെ ഭർത്താവാണോ ഈ വന്ന് നിൽക്കുന്ന സ്റ്റാൻലി എന്ന രീതിയിൽ. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സ്റ്റാൻലി അവിടെ ഇരുന്ന മദ്യം എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ്റെ ആ ഷോക്ക് ഇതുവരെ മാറണില്ല. എന്നിട്ട് ബാലചന്ദ്രൻ പറഞ്ഞു, ഇപ്പോഴും അവൾ എൻ്റെ മുന്നിൽ വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഞാൻ അവളെ വെറുതെ വിടില്ല. കണ്ടോ, ഇനിയുള്ള ഓരോ നിമിഷവും വൈജയന്തിയുടെ ജീവിതത്തിൽ അവൾ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങളായിരിക്കും ഞാൻ അവൾക്ക് കൊടുക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്ക് സ്റ്റാൻലി ബാലചന്ദ്രനോട് പറയും, എടോ, ഇപ്പോൾ എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മിസ്റ്റർ ബാലചന്ദ്രൻ, നിങ്ങൾ കല്യാണം കഴിഞ്ഞു, വൈജയന്തിയെ കല്യാണം കഴിച്ചു, 3 മക്കൾ നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാനും ഒരു വിവാഹിതനാണ്, കല്യാണം കഴിഞ്ഞു, എനിക്ക് 2 മക്കളുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി, വർഷങ്ങൾ ഇത്രയും പിന്നിട്ടു. ഇനിയും നമ്മൾ അതിനെ ചൊല്ലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ മിസ്റ്റർ ബാലചന്ദ്രൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയും, ഉണ്ടടോ മിസ്റ്റർ സ്റ്റാൻലി, ഉണ്ട്. കാരണം വേറൊന്നുമല്ല, താൻ പറഞ്ഞുവല്ലോ താനും വൈജയന്തിയും പ്രണയ കിളികളെ പോലെ താമസിച്ചു കഴിഞ്ഞു എന്ന്. ആ സമയത്ത് വൈജയന്തിയുടെ ഉദരത്തിൽ നിങ്ങളുടെ ഒരു ജീവൻ തുടിക്കുന്നുണ്ടായിരുന്നു, അത് നിങ്ങൾ അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കും. അപ്പോഴേക്കും സ്റ്റാൻലി അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ നിർത്തുന്നില്ല. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നിട്ട് വൈജയന്തി അത് ഏതോ ഒരു സ്ഥലത്ത് അവളുടെ വീട്ടുകാർ കൊണ്ടുപോയി വൈജയന്തിയെ പ്രസവിപ്പിച്ചു, എന്നിട്ട് ആ കുഞ്ഞ് മരിച്ചു എന്നൊരു കള്ളം കൂടെ വൈജയന്തിയുടെ അടുത്ത് പറഞ്ഞു. ആ കുഞ്ഞ്
മരണപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ഷോക്കായിട്ടാണ് നമ്മുടെ സ്റ്റാൻലി നെടുവീർപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇയാൾ എന്തൊക്കെയാണ് ഈ പറയണത്. അപ്പോഴേക്കും സ്റ്റാൻലി ചോദിക്കണത്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണതെന്ന് പറഞ്ഞിട്ട് ചാടി നമ്മുടെ ബാലചന്ദ്രൻ്റെ ഷർട്ടയിൽ പിടിച്ചിട്ട് ദേഷ്യം കൊണ്ട് അങ്ങോട്ട് കൊടയാണ്. അപ്പോഴേക്കും ബാലചന്ദ്രൻ ആ കൈയൊക്കെ തട്ടിപ്പറ്റി വിടടോ എന്നെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയണ്, അതേടോ തനിക്കും തൻ്റെ കാമുകിയായ വൈജയന്തിക്കും ഉണ്ടായ കുഞ്ഞ് ഇന്നും ജീവനോടെ ഇരിപ്പുണ്ട്. 22 വർഷങ്ങളായിട്ട് ജീവനോടെ ഇരിപ്പുണ്ടെന്ന് ഇങ്ങനെ പറയും. സ്റ്റാൻലിക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയണ്, ആ ജനിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിനെ ബ്രിജാമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുടെ ഏൽപ്പിക്കുകയും ആ കുഞ്ഞ് ഒരു അനാഥാലയത്തിൽ വളർന്നിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നു. ആ കുഞ്ഞ് ഇന്ന് എൻ്റെ വീട്ടിലെ വേലക്കാരിയായിട്ട് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് സ്റ്റാൻലിക്ക് എന്താ ചെയ്യേണ്ട, ആകെ ഭ്രാന്ത് പിടിച്ചുള്ള ഒരു സിറ്റുവേഷനായിപ്പോയി. വീണ്ടും മദ്യം ഒഴിക്കണു, കുടിക്കണു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണു, എന്ന് വെച്ചാൽ ഒരു ഭ്രാന്ത് പോലെ ഉള്ള ഒരു സിറ്റുവേഷനായിപ്പോയി. അപ്പോഴേക്കും സ്റ്റാൻലിയുടെ മനസ്സിൽ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി ചകഞ്ഞ് ഇങ്ങനെ വരെയാണ് കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എടോ ഒരച്ഛൻ്റെ സ്ഥാനം കൊടുത്താൽ തൻ്റെ മകളെ ഞാൻ നോക്കുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, തൻ്റെ കാമുകിയായ എൻ്റെ ഭാര്യ വൈജ ഇന്നും അറിഞ്ഞിട്ടില്ല. അത് അവൾ പ്രസവിച്ച തൻ്റെ സ്റ്റാൻലി എന്ന് പറയുന്ന കാമുകനിലുണ്ടായ മകളാണ് അതെന്ന് അവൾ അറിയില്ല. പക്ഷേ ഞാൻ അറിയിക്കും. കാരണം എൻ്റെ വീട്ടിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യം വൈജയന്തി അലീനയ്ക്ക് കൊടുക്കുന്നില്ല. കാരണം അവൾ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങണം എന്നുള്ളത് തന്നെയാണ് വൈജയന്തിയുടെ വാശി. പക്ഷേ അവൾ അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ വൈജയന്തിയുടെ അടുത്ത് സത്യങ്ങളെല്ലാം പറയുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അമ്പരന്നുകൊണ്ട് ഇങ്ങനെ നമ്മൾ സ്റ്റാൻലി നിൽക്കുകയാണ്. കാരണം ഇതൊക്കെ എന്താ ഈ കേൾക്കണം, ഇനി ഇതിനെ തുടർന്ന് ഇനി ജീവിതത്തിൽ എന്തൊക്കെ നേരിടേണ്ടി വരും. 2 കുടുംബങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് സ്റ്റാൻലിക്ക് ഒരു എന്താ ഒന്നും പറയാൻ പോലും ഒരു വോയിസ് ബാലചന്ദ്രൻ്റെ അടുത്ത് കിട്ടാത്തൊരു സിറ്റുവേഷനാണ് സ്റ്റാൻലി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി ഇനി അലീന എന്ന് പറയുന്ന നിങ്ങളുടെ മകൾ ഇനി ആ വീട് വിട്ട് ഇറങ്ങുകയാണെങ്കിൽ അവൾ സുരക്ഷിതമായ ഒരു കൈകളിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് ബാലചന്ദ്രൻ പറയാണ്. അപ്പോഴേക്കും സ്റ്റാൻലി പറയണം, നിങ്ങൾ എന്താ ഉദ്ദേശിക്കണ ബാലചന്ദ്ര എന്ന് ചോദിക്കും. ബാലചന്ദ്രൻ പറയും, അതായത് വേറെ ഒന്നുമില്ല, അലീന വൈജയന്തി കാരണമാണ് എൻ്റെ വീട് വിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഇനി എന്ത് കാരണത്താലും അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ച് ഇറങ്ങുകയാണെങ്കിൽ ആ നിമിഷം വൈജയന്തി എല്ലാ സത്യങ്ങളും അറിയുകയും അതിനെ തുടർന്ന് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെല്ലാം അവൾ നേരിടേണ്ടി തന്നെ വരുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിക്ക് എന്ത് മറുപടി ബാലചന്ദ്രനോട് പറയണമെന്നൊന്നും അറിയില്ല. കാരണം ഇങ്ങനൊരു തീരുമാനം ബാലചന്ദ്രൻ എടുക്കുകയാണെങ്കിൽ അതിന് എന്ത് മറുപടിയാണ് സ്റ്റാൻലി പറയേണ്ടത്? അപ്പം തനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വൈജയന്തിയുടെ അതായത് തനിക്കും വൈജയന്തിക്കുമായിട്ടൊരു മകൾ പിറന്നിട്ടുണ്ടോ എന്നുള്ളത്, അത് വിശ്വസിക്കാനേ എനിക്ക് പറ്റുന്നില്ല. ഞാനത് വിശ്വസിക്കില്ല എന്ന് തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇനി നിങ്ങൾ എന്ത് തെളിവിന് വേണമെങ്കിലും പൊക്കോളൂ, പക്ഷേ അലീന നിങ്ങളുടെ മകള് തന്നെയാണ് എന്ന സത്യം വീണ്ടും ഊന്നി ബാലചന്ദ്രൻ പറയുന്നു കേട്ടോ. അങ്ങനെ ആ സത്യങ്ങളെല്ലാം കേട്ട് ആകെ ഷോക്കായിട്ട് നമ്മുടെ സ്റ്റാൻലി നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളുടെ അച്ഛനായ നിങ്ങൾ, അച്ഛൻ്റെ പേരറിയാം, പക്ഷേ ഇന്ന് വരെ അവളുടെ അച്ഛനെ കണ്ടിട്ടില്ല. പക്ഷേ അവളുടെ അമ്മയുടെ മുന്നിൽ തന്നെ അവൾ ഇത്രയും നാൾ ജീവിച്ചു. പക്ഷേ അമ്മയുടെ സ്നേഹം എന്താണെന്ന് അവൾ അറിഞ്ഞിട്ടുമില്ല. പക്ഷേ ഞാൻ പറയാൻ വന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഇനി ഒരു പട്ടാളക്കാരനാണ് അവളുടെ അച്ഛൻ, അവളുടെ അമ്മ ഒരു ബാങ്ക് മാനേജറും. എന്നിട്ട് ഇനി അവൾ ഒരു വീട്ടു ജോലിക്കായിട്ട് പോകണമെന്ന് വെച്ചാൽ അത് ഞാൻ ജീവനോടെ ഇരിക്കുക, അത് നടപടിയാവണ കേസല്ല എന്ന് തന്നെ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുന്നത്. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് ഈ ബാലചന്ദ്രൻ പറയണത്? അതായത് അലീന ഇനി വീട്ടു ജോലിക്കാരിയോ അങ്ങനെ ഒരു അവസ്ഥയോ, എൻ്റെ മകള് എൻ്റെയും വൈജയുടെ മകളായിട്ടുള്ള അലീന ഇനി വീട്ടു ജോലിക്കാരിയോ എന്ന ചിന്തയൊക്കെ ഇങ്ങനെ തലയിലിട്ട് ഓടിക്കുകയാണ് കേട്ടോ. അപ്പം സ്റ്റാൻലിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ബാലചന്ദ്രൻ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. കാരണം വിശ്വസിക്കാതിരിക്കാനെന്ന് വെച്ചാൽ നമ്മുടെ വൈജയന്തിനെ നമ്മുടെ സ്റ്റാൻലിയുടെ അമ്മ മരിച്ചത് പിന്നെ ബാലചന്ദ്രൻ കണ്ടിട്ടുമില്ല. എന്നാൽ വൈജയന്തിയെക്കുറിച്ചൊരു കുറേ തിരക്കിയെങ്കിലും ഒരു വിവരവും ലഭിച്ചതുമില്ല. അതാണ് സത്യം. സ്റ്റാൻലിക്ക് അറിയാവുന്ന അവസാന
അവസാനം വൈജയന്തിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അത്രമാത്രമാണ്. അപ്പം ഇനി ബാലചന്ദ്രൻ പറയുന്നത് അവളുടെ അച്ഛനും അമ്മയും ഇത്രയും കഴിവുള്ളവരായിട്ട് ഇനി ഒരു വീട്ടിൽ ജോലിക്കായിട്ട് അവൾ പോകാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അലീനയുടെ ആ അച്ഛൻ്റെ സ്ഥാനം, പിതൃസ്ഥാനം നിങ്ങൾ ഏറ്റെടുക്കുക തന്നെ വേണം. നോ, ഞാൻ ഒരിക്കലും അത് ആക്കില്ല, എനിക്കത് ഒരിക്കലും ചെയ്യാനാകില്ല എന്നൊക്കെ ആദ്യം സ്റ്റാൻലി ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയും. പക്ഷേ പിന്നീട് സ്റ്റാൻലി ഒന്ന് സോഫ്റ്റായി, ഒന്ന് കൂളായി, ഒന്ന് ഇതായി വരെയാണ് കേട്ടോ. ആ സമയത്തും ബാലചന്ദ്രൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അലീനെ നിങ്ങൾ അച്ഛൻ്റെ സ്ഥാനം കൊടുത്ത് നിങ്ങൾ അവളെ ഏറ്റെടുക്കണം എന്നുള്ളത് ഊന്നി പറയണം കേട്ടോ. അവസാനം ബാലചന്ദ്രന് വല്ലാത്തൊരു മാനസികാവസ്ഥയായിപ്പോയി. കാരണം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ കെട്ടിക്കിടന്ന് ഇയാളെ കാണുമ്പോൾ പറയണം എന്നുള്ള ഒരു ടെൻഡൻസിയോടെ നിന്നിട്ട് അതൊരു എന്താ പറയുക, വാശിയോടോ അല്ലെങ്കിൽ ഒരു ദേഷ്യത്തോടോ ഒരു അഹങ്കാരത്തോടോ അല്ല പറയണത്. പക്ഷെ അലീനയുടെ ഉള്ള സ്നേഹം മുൻനിർത്തി തന്നെയാണ് ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിയത്. പിന്നെ വൈജയന്തിയോടുള്ള തീരാത്ത ഒരു പകയും വിദ്വേഷവും. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏകദേശം ഒക്കെ ആക്കിയിട്ട് ബാലചന്ദ്രൻ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കണം. എന്നെ നിങ്ങൾ വിളിക്കുക, നിങ്ങളുടെ തീരുമാനം എന്താണെങ്കിലും നിങ്ങൾ എന്നെ അറിയിക്കുക. ഇനി ഞാൻ ഇവിടെ അലീനയും കൂട്ടി വരുമ്പോൾ എനിക്ക് നിങ്ങളുടെ കൃത്യമായ ഒരു മറുപടി എനിക്ക് കിട്ടണം. അതുകൊണ്ട് നിങ്ങളെ ആലോചിച്ച ഒരു തീരുമാനം പറയുക എന്ന് എന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അന്വേഷിക്കാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി നിങ്ങൾക്ക് അന്വേഷിക്കാം, തിരക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന രീതിയിൽ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ ഗോവർദ്ധന നമ്മുടെ അവിടുത്തെ ആ ഒരു കാര്യസ്ഥനുണ്ടല്ലോ, ആ ഔസേപ്പിച്ചനോ അങ്ങനെ ഉണ്ടാണ്, അയാളുമായിട്ട് ഇവിടുത്തെ എത്ര ഏക്കറുണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ മനസ്സ് തളർന്ന് നമ്മുടെ ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം സ്റ്റാൻലിയോട് ഇത്രയും നേരം സംസാരിക്കാനുള്ള ഒരു പവറൊന്നും നമ്മുടെ ആ ഒരു ഇമ്മ്യൂണിറ്റി ഒന്നും നമ്മുടെ ബാലചന്ദ്രനില്ലായിരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ നമ്മുടെ ഗോവർദ്ധനെയും കൂട്ടി തിരിച്ച് അവിടെ നിന്ന് റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ കൈതക്കൽ മാളിക വീട്ടിൽ ഗംഗാധരനും ശിവശങ്കരനും ആഞ്ഞു പിടിച്ച ആലോചനയിലാണ്. കാരണം ഇനി ഇതിനൊരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. എന്തായാലും ബാലചന്ദ്രൻ ചെന്ന് സ്റ്റാൻലിയെ കണ്ടിട്ടുണ്ടാകും. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് വൈജയന്തി ഒരു വീടെടുത്ത് വാടകയ്ക്ക് മാറിയാലും ശരി, അലീനെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്നും പറഞ്ഞ് വിടാത്ത അവസ്ഥ കൊണ്ടുവരണം. പറഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും അലീനെ അവിടെ നിർത്തണം. ആ വൈജ വേണമെങ്കിൽ വാടക വീടെടുത്ത് പൊക്കോട്ടെ, പക്ഷേ അലീന അവിടെ നിറങ്ങിക്കഴിഞ്ഞാൽ വൈജയന്തി ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ട് അത് വളരെ വലുതായിരിക്കും, താങ്ങാൻ പറ്റാത്തത്രയും വലുതായിരിക്കും എന്നുള്ളത് ഗംഗാധരനും ശിവശങ്കരനും ഒക്കെ അറിയാം നന്നായിട്ട്. അപ്പോൾ അവർ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മനുവായിട്ട് ആലോചിച്ച് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനിടയിൽ വൈജയന്തി ഭ്രാന്ത് പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എന്താകും, താൻ ഈ വീട് വിട്ട് ഇറങ്ങി മറ്റുള്ളവർക്കൊരു വിരോധവും വിദ്വേഷവും ആയിട്ട് ഇവിടെ നിൽക്കണോ, അതോ താൻ വീട് വിട്ട് ഇറങ്ങി വേറൊരു വാടക വീടെടുത്ത് മാറിപ്പോണോ എന്നുള്ള ചിന്താഗതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം നാളത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ പിന്നെ സ്റ്റാൻലി നമ്മുടെ വൈജയന്തിയെ തേടി വരുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇനി നാളത്തെ കഴിഞ്ഞ് വരാനിരിക്കുന്ന മഴ തോരും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ സുമി മുഫ സീൻ ഷോട്ട് വീഡിയോ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു.